മലയാളത്തിൽ നിന്ന് മറ്റൊരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഇത്തിരി നേരം എന്നാണ് മാത്രം പേര്. നമ്മൾ റോഷൻ മാത്യുവും സെറീൻ ഷിഹാബ് ആക്ച്വലി ആട്ടം സിനിമയിലെ നായികയാണ്. അപ്പോൾ അവരുടെ ഒരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാട്ടൊക്കെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. സോ നമുക്ക് അതിന് ട്രെയിലർ കണ്ടു നോക്കാം. പുതിയ ഡയറക്ടറാണ് തോന്നി, പ്രശാന്ത് വിജയൻ എന്നാണ്. അറിയില്ല, നമുക്ക് വലിയ ധാരണയില്ല എന്താണ് പരിപാടി എന്ന്. സോ അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എന്തെങ്കിലും നന്നാക്കി ഫീൽ ഗുഡാണോ? പാലക്കാടാന്ന് തോന്നുന്നു. നമ്മുടെ പഴയ ആൾക്കാർ കേട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, തടിജി എന്ന് പറയുന്നതിന് വരും വേണമെങ്കിൽ പേഴ്സൺ ഓഫ് ഭയം എന്ന് പറയാം. നേരത്തെ നോക്കിയത് ഞാൻ കണ്ടു. നീ പഴയ ആള് തന്നെ, നൈസായിട്ടു. സത്യം പറഞ്ഞാൽ സത്യമല്ല, പുള്ളി പഠിപ്പിച്ച് അഭിനയിക്കുന്നുണ്ടല്ലോ. ഞാനാണോ നിന്റെ ഇമോഷണൽ സ്റ്റാർസ് ഉണ്ടാക്കി വെച്ചത്? നീ എന്ന് വരുത്തി വെച്ചത്? ഞാൻ ഈ കളി ഡേഞ്ചർ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഓക്കെ, 96 പോലെയാണോ? ഇത്തിരി നേരം നിൽക്കാൻ പറ്റും സാർ. അല്ലേ? ഈ ആഴ്ച കാണാം അല്ലേ? ഇത്തിരി നേരം ആനന്ദം മകൻ. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഇതുപോലെ 96 പോലെ അവരുടെ ഒരു റിയൂണിയൻ അല്ല, ലൈക്ക് അത് തന്നെ ഒരു ഫസ്റ്റ് റിയൂണിയൻ അല്ല, വേറെ ആരെയായിട്ടും കോണ്ടാക്ട് ഇല്ല ഇവർ രണ്ടുപേരും. അതായത് പഴയ കാമുകി, ഫസ്റ്റ് ലവ്, ആ കാമുകിയും വീണ്ടും കണ്ടുമുട്ടുന്നത് ബേസ് ചെയ്യുന്ന സംഭവമാണ്. അവരുടെ എനിക്കൊന്നും ഒരു ഡേ ആയിരിക്കും ചിലപ്പോൾ പടം തോന്നുന്നു. ഇത്തിരി നേരം പണ്ട് ഇത്തിരി നേരം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ പുതിയ ഇത്തിരി നേരത്തിലേക്ക്. ഈ ടൈപ്പ് പടം ഭയങ്കര കുറവല്ലേ നമുക്കിവിടെ. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ പുള്ളി ഓർമ്മ വരും എപ്പോഴും, നമ്മുടെ 96 ഡയറക്ടർ പ്രേംകുമാർ. കാര്യം പുള്ളി ആക്ച്വലി ഈ രണ്ടുപേരുടെ കോൺവെർസേഷൻ എഴുതുന്നതിൽ ഭയങ്കര രസമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു ലൈനിലേക്കാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. അത് ബന്ധമൊന്നുണ്ടെന്നല്ല, അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കണക്റ്റ് ആവുന്നത് അങ്ങനെ അതുമായിട്ടാണ്. അത്രേ ഉള്ളൂ. കൊള്ളാം. ഈ റോഷനും ഈ സെറീൻ ഷിഹാബിൻ്റെ ആക്ടിങ്, പുള്ളിക്കാർ നല്ല രസമാണ്. പുള്ളിക്കാരുടെ ആക്ടിങ് എനിക്കെപ്പോഴും നാട്ടം സിനിമയാണ് മനസ്സിലാവും. നല്ല ഞാനിതിൻ്റെ ഒരു ട്രോള് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്തോന്നും മനസ്സിലായില്ല. അതായത് മറ്റേ തുടക്കം പറഞ്ഞില്ല, നല്ല താടി, തിരിച്ചു പറയത്തില്ല, എന്താ ക്ലീൻ ഷേവ് കൊള്ളാന്ന് പറഞ്ഞില്ല. അപ്പോൾ മറ്റേ സിംഗിൾ ബ്രോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമാതിരി കോമഡി പറയാം, പക്ഷെ ചിരിക്കാൻ ആളില്ല. അപ്പം ഞാൻ വെച്ചാൽ ഇതെന്താ ഇത് ഇങ്ങനെ മനസ്സിലാകുന്നില്ല കണ്ടപ്പോഴാണ്. അപ്പം എനിക്കൊന്ന് ആ ഒരു ലൈൻ ഓഫ് പടങ്ങളുണ്ടല്ലോ ഇങ്ങനെ ടോക്കീസ്, നമ്മുടെ മറ്റേ ബിഫോർ സീരീസ് ഉണ്ട്, ഈ ടോക്കി മോഡലിൽ വളരെ ഫേമസ്. ഈ പടത്തിന് മെജോറിറ്റി സംഭവം ഇവർ രണ്ടുപേരുടെ സംസാരമായിരിക്കും, ഇവർ രണ്ടുപേരും കോൺവെർസേഷൻ. ബിഫോർ സീരീസ് ഉണ്ടോ റിച്ചാർഡ്? അതിൻ്റെ അതും ആക്ച്വലി മറ്റേ എനിക്കൊന്ന് ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ കുറച്ചധികം ലിങ്ക്ലെറ്റർ അവിടുന്ന് ഇൻസ്പയർ ആയി വരുന്ന പുള്ളിയാണ്. ഫ്രഞ്ച് സിനിമകൾ, അതായത് ഇങ്ങനെ നഗരത്തിൽ നിന്ന് സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് മാറി അപ്പോൾ ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് സംസാരിക്കുക, അത്രേ ഉള്ളൂ പടം. അപ്പോൾ ആരൊക്കെ തമ്മിലാണോ നമ്മളിങ്ങനെ ആ സംസാരത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവരുടെ പെർസ്പെക്റ്റീവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക, നമ്മൾ മൂന്നാമതൊരാളായിരുന്നു കേൾക്കുക എന്നുള്ള ഒരു ടൈപ്പ് പടങ്ങളുണ്ട്. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ ലവ് സ്റ്റോറീസ്. രണ്ടുപേര് കുറേ കാലം കഴിയുമ്പോഴത്തേ അവരുടെ വേറൊരു കാഴ്ചപ്പാടിലായിരിക്കുമല്ലോ രണ്ടാമത് ഒത്തുകൂടുന്നു. അപ്പോൾ
ലിങ്ക്ലേറ്റർ പടങ്ങൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പലതും സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഇതും ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യാവുന്നൊരു പടമാണ്. പക്ഷേ ഇത് ബാക്കിയുള്ള എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അറിയാലോ, ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു വലിയ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. തിയേറ്ററിക്കൽ റിലീസാണോ? അത് തിയേറ്റർ റിലീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിനിമകൾ ഇപ്പം മെയ്യഴകനെ കണ്ടിട്ട് ഇതെന്താ രണ്ടുപേരും ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് പടം അല്ല ഇത്. പക്ഷേ ഇത് പൊട്ടറ്റും ബോംബ് കുത്തറ്റും കത്തി എന്ന് പറയുന്ന, അതെ അതെ, 2 ബോംബ് പൊട്ടിക്കുകയും 2 വെടി പൊട്ടിക്കുകയും ചെയ്താലേ സിനിമയാകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റുന്ന പടവേ അല്ല ഇത്. ഇത് കുറച്ചുകൂടെ നിങ്ങളൊരു സമയം അതിന് കൊടുക്കണം. നിങ്ങളൊരു ക്ഷമയോടെ ഇരുന്നാൽ അവരെ കേൾക്കാനിരിക്കുക എന്നുള്ള സംഭവമാണ്. 2 പേരുടെ കഥ കേൾക്കാനിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങളോടെ കടന്നു പോകാം. അപ്പോൾ അത് ചിലപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അങ്ങനെയാണ്. സോ അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് മനസ്സിലാവുന്നുണ്ട് കണ്ടിട്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ള ഡെഫിനറ്റ്ലി അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടുപോയി കാണാം. ഞാൻ പോയി കാണും. എനിക്കൊന്ന് കുറേ കാലമായി മലയാളത്തിൽ, കാരണം കുറച്ച് ലൈറ്റായിട്ട് തന്നെ നിൽക്കുന്നു. ഇതിപ്പോൾ കുറച്ച് ഒരു ഞാൻ വെച്ച് ട്രെയിലർ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് സീരിയസ് വേറെ സാധനത്തിലേക്ക് കുറച്ചുകൂടെ നോർമൽ ലൈനാണ്. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു കഥയിൽ പോലും ഈ ഹ്യൂമറുണ്ട്, ഇവരുടെ ഇപ്പോൾ കോൺവെർസേഷൻ ഉള്ള പോലത്തെ ചെറിയ സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചൊരു ലൈറ്റർ ലൈനിൽ ഇന്ന് കണ്ടിരുന്ന് ഇറങ്ങാവുന്ന ഒരു ലൈൻ ഓഫ് പടമായിരിക്കും. ഒരുപാട് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിയാലോ, ഒരു 2 ഡയലോഗ്, ഒരു 4 ഡയലോഗ് 2 ക്യാരക്ടേഴ്സ് ഇരുന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ അവിടെ ലാഗാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. സിനിമയിൽ കോൺവെർസേഷൻ വരുന്നു, ഒരു ഇമോഷണൽ സീൻ ഉണ്ടാകുമ്പോൾ ആ ഇമോഷണൽ സീൻ വരുന്നത് ലാഗാണ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ. പിന്നെ ഈ ഒരുപാട് ഈ പ്രീച്ചി സാധനങ്ങളില്ലേ, അതായത് ഉപദേശി ഡയലോഗുകളില്ലേ, അതും കുറച്ചധികം വരുമ്പോൾ ആളുകൾ ഈ ഉപദേശി ഡയലോഗ് പോലും മാസമായിട്ട് പറഞ്ഞ ആൾക്കാർ കേട്ട് കൈയടിച്ചിരിക്കും. പക്ഷെ അത് അല്ല, ഈ രണ്ടുപേരും സംസാരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നതല്ലാതെ കുറച്ചുകൂടെ ചേട്ടാ ഉപദേശം അല്ല എന്തോ ആയിക്കോട്ടെ. 2 പേര് ഇപ്പം 4 ഡയലോഗ്, നമ്മൾ 2 ഡയലോഗ് പറഞ്ഞു, എന്താണ് പേര്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അടുത്ത ഡയലോഗ് പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇത് എന്താ അടുത്ത സീനിലേക്ക് പോകും നിങ്ങൾ എന്നുള്ള ഒരു അത്ര ക്ഷമയില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക്. ഇപ്പം എനിക്കൊന്ന് കുറച്ച് കാലമായിട്ട് ഞാൻ ദൃശ്യം റിലീസ് ചെയ്തപ്പോൾ ഓർക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഇടച്ചിലാണ്, സെക്കൻഡ് ഹാഫാണ് പടം കയറുന്നതെന്ന് ഞാൻ കേട്ടത്. ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വലിയ വിഷയമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് 2 ഹാഫും വലിയ കുഴപ്പമില്ല. അത് തന്നെ, അതായത് ഇവർ സംസാരിക്കുന്ന സിനിമയിൽ ഈ ഡയലോഗ്സും ഈ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും അത് ഇതാവും, നമുക്ക് പെട്ടെന്ന് അടുത്ത സീനിലേക്ക് പോകും. എന്തെങ്കിലും നടക്കണം സീനകത്ത്, ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര വ്യത്യസ്തമായ സംഭവം. ഞാൻ ആവശ്യത്തിന് വീട്ടിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് എനിക്ക് ഞാൻ തിയേറ്റർ വന്നിരിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ സാധനങ്ങളാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നും നമുക്ക് അങ്ങനെ ഓഡിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, പറയത്തില്ല. അപ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള സിനിമകൾ പോയി കാണുക എന്നുള്ളതാണ്. എല്ലാ സിനിമയും എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമ ആണെന്നുള്ള ധാരണയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും കാണുന്ന ഓഡിയൻസ് അറിയാം ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ആ വഴിക്ക് പോകാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക്, കാരണം എപ്പോഴും എല്ലാ പടത്തിനും ഒരു റൈറ്റ് ഓഡിയൻസ് വരണം എന്നുള്ള ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ റൈറ്റ് ഓഡിയൻസ് വരാൻ എപ്പോഴും മിക്സ്ഡ് ഓഡിയൻസാണ് ഒരു തിയേറ്ററിലേക്ക് എപ്പോഴും എത്തുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മെജോറിറ്റിക്ക് വർക്കാവുന്ന സിനിമയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത്. ഈ സിനിമ കാണുമ്പം എനിക്ക് പേഴ്സണലി ഇത് ഞാൻ ഡെഫിനറ്റ്ലി പോയി കാണുന്ന ടൈപ്പ് ഓഫ് പടമാണ്. ഞാൻ പോയി കാണും. OTT ഒക്കെ ഉള്ള കാലത്ത് ഇതിന് തിയേറ്ററിക്കൽ റിലീസ് കിട്ടിയതൊരു അതെ അത് അവരുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ധൈര്യമായിരിക്കും. ഇങ്ങനൊരു സിനിമ നമുക്ക് തിയേറ്ററിൽ ഇറക്കാം, ഇതിനൊരു ഓഡിയൻസ് വരുമെന്നുള്ളത്. 2 ആക്ടേഴ്സിനും ആക്ടേഴ്സ് എന്ന നിലയിലൊരു ഓഡിയൻസ് ഉണ്ട്. അതെ, ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നുള്ളത് സംഭവം നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിൽ വേറൊരു പടവും ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ എന്തോ 32B അങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളവിടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ കണ്ടിട്ടുണ്ട്, വിമൻസ് ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമ. അപ്പോൾ ഏതായാലും സിനിമ ഈ ആഴ്ച റിലീസ്, നവംബർ 7 റിലീസ്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്നൊരു പടമാണ്. ഞാൻ പോയി കണ്ടു നോക്കും. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിൽ.